Asa channel പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇത് പുതിയ വീഡിയോ അല്ല, ഇത് സെക്കൻഡ് പാർട്ട് ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ DDR ജർമ്മൻ ഷെപ്പേർഡ്സും അതേപോലെ തന്നെ ജാക്ക് റസൽസിനെയും കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കാണുക. ഇപ്പം നമ്മൾ ഈ ഒരു ഡോഗ് ബ്രീഡിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ കൊല്ലം ഡോഗ് ഷോയ്ക്കൊക്കെ പോയിട്ട് വിന്നർ ആയിട്ടുള്ളതാണ്. ഇനി ഒരു CCയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആള് ചാമ്പ്യൻ ആവും. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാം. ഓക്കെ, ഡോഗിന്റെ ഓണറായ ഏബിൾ ബ്രോയ് ആണ് ഇത്. പിന്നെ അതേപോലെ തന്നെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ ഹാൻഡിൽ ചെയ്ത് നമ്മൾ ആദ്യനെ ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും. ആദ്യ പെറ്റ്സ് മീഡിയ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇപ്പൊ ഇവന്റെ ബ്രീഡ് എങ്ങനെയാ? ബ്രീഡ് ഏതാ വരുന്നത്? അമേരിക്കൻ സ്റ്റഫോർഡ്ഷയർ ടെറിയർ. ടെറിയർ ഗ്രൂപ്പിൽ വരുന്നത് അല്ലേ? അതെ. ഓക്കെ, ഇവനെ പപ്പി സ്റ്റേജിലാണോ കൊണ്ടുവന്നത്? അതെ, പപ്പി ആയിട്ടാണ് എടുത്തത്. ഇവനെ എവിടുന്നാ കൊണ്ടുവന്നത്? ഇത് വന്നത് കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട്. അതെ. ഇവന്റെ ലൈൻസ് ഒക്കെ എങ്ങനെയാ? ഇത് വരുവാണ് എന്റെ ഫാദർ ഇന്ത്യൻ ചാമ്പ്യൻ ടോറോ. ഇതിന്റെ മദർ എന്ന് പറഞ്ഞാൽ കാർത്ത എന്ന് പറഞ്ഞ ഫീമെയിൽ ആണ്. ടോറോ വരുൺ ലഷ്പാർസ് കനലിന്റെ ഇരുന്നപ്പോ ബ്രീഡ് ആയതാണ് ഈ പപ്പി. ഫീമെയില് കാർത്ത എന്ന് പറഞ്ഞ ഫീമെയിൽ എന്റെ കൂട്ടുകാരൻ കൃഷിയേഷന്റെ ഇരുന്നപ്പോ ഉള്ള ഫീമെയിലിനെ ആ ടൈമില് ടോറോനെ കൊണ്ട് മേരി ഉണ്ടായ പപ്പിയാണ്. ഇതിന്റെ പേര് ടോറോ ജൂനിയർ തന്നെയാണ്. ടോറോ തന്നെ ഭംഗിയായിട്ട് വന്നേക്കുന്നുണ്ട്. ടോറോ ജൂനിയർ തന്നെ ഇട്ടേക്കാണ്. പിന്നെ ഇവനിപ്പോ എത്ര പ്രായം? എങ്ങനെ? 2 വയസ്സാവുന്നു. 2 വയസ്സാവുന്നു. ഇപ്പം ഇവര് അഗ്രസീവ് ആണോ? ഇവരിപ്പൊ കാണുന്ന സമയത്ത് ഈ ഒരു മസ്കുലൈൻ ബോഡി ഒക്കെ കാണുമ്പോ ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് പേടിക്കുമല്ലോ അല്ലെ? കുറച്ച് അഗ്രസീവ് ആണ്, കടിക്കും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഇച്ചിരൂടെ കാര്യമായിട്ട് ആദ്യം പറഞ്ഞാൽ അതാണ് കൂടുതലായി ഡീറ്റെയിൽസ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഇവനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവനെ ഹാൻഡിൽ ചെയ്ത് ഇവനെ ട്രെയിൻ ചെയ്ത് വിന്നർ ആക്കിയ നമുക്ക് ആദ്യോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ആ പറഞ്ഞ ചെറിയ തിരുത്തുണ്ട്. കാരണം ഇവനെ ട്രെയിൻ ചെയ്തത് ഞാനല്ല. ഇവനെ ഈ റീസെന്റ് കൊല്ലം ഷോയിൽ ഹാൻഡിൽ ചെയ്തത് ഞാനാണ്. ഇവന്റെ ട്രെയിനിങ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇവന്റെ ബ്ലഡ് ലൈൻ ഇങ്ങനെയാണ്. കാരണം ഇവന്റെ ഫാദർ ചാമ്പ്യനാണ്. ആ ഒരു ഇത് തന്നെയാണ് ഇവന് കിട്ടിയേക്കുന്നത്. ഇപ്പൊ ആംസ്റ്റാഫിന്റെ കാര്യം പറഞ്ഞാൽ ആധികാരികമായിട്ട് കാര്യമൊന്നും അറിയത്തില്ലെങ്കിലും ഇത് ഓൾഡ് ബുൾഡോഗിൽ നിന്ന് ബ്രീഡ് ചെയ്തുണ്ടാക്കിയ ഡോഗാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ടെറിയർ ഗ്രൂപ്പിൽ വരുന്ന ഡോഗാണ്. ഇപ്പൊ ടെറിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ APBT ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. മെയിനായിട്ട് ഹണ്ടിങ്ങിന് വേണ്ടിയായിരുന്നു ഇവരെ യൂസ് ചെയ്യുന്നത്. അതായത് ബിഗ് ഗെയിം ഹണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോഗാണ്. ഫുട്ബോളിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പൊ അത്രയ്ക്കും ഇതില്ല. അപ്പം അതേ രീതിയിൽ നിന്ന് തന്നെ നമുക്ക് ഗാർഡിങ്ങിനും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹ്യൂമൻ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഈ ആംസ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രം സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെറിയർ ഗ്രൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ APBT ഫിറ്റ്ബോൾ ഇതുപോലുള്ള സംഭവമൊക്കെ അതിനകത്ത് നിന്ന് KC അംഗീകരിച്ചിട്ടുള്ളത് അമേരിക്കൻ പുള്ളി KC അംഗീകരിച്ചിട്ടുള്ള ഏക ബ്രീഡും ആംസ്റ്റാഫ് തന്നെയാണ്. വേറൊരു ബ്രീഡും ഇതുവരെ KCയെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇവനൊരു ഗുഡ് ഡോഗാണ്. വേറെ പ്രത്യേകിച്ച് ഇവന് ശല്യക്കാരനോ കാര്യങ്ങളൊന്നുമല്ല. ആളൊരു കൂൾ മൈൻഡാണ്. അപ്പം ഷോയിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ നമ്മുടെ ഗുരുക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി, ഇവനും അത് അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നെ കൊല്ലം ഷോയിൽ 2 CC 2 BOB ഇവനെ കൊണ്ട് എടുക്കാൻ സാധിച്ചു. എൻ്റെ സെക്കൻഡ് ഷോ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ആംസ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഓർക്കണം. അത് തന്നെ. ഷെപ്പേർഡിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഷെപ്പേർഡിനെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബട്ട് ആംസ്റ്റാഫിനെ ഫസ്റ്റ് ടൈമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ അതിന് ഏബിൾ ബ്രോയോട് നന്ദി പറയുകയാണ്. കാരണം ഷോയെ ഒരു 2-3 ദിവസം മുന്നേ വിളിച്ചിട്ടാണ് പറയുന്നത് ഇവനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്നുള്ള തീരുമാനം എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹാൻഡിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് റെഫർ ചെയ്തു. അങ്ങനെ ഇവനെ കൊണ്ടുവന്ന് നമ്മൾ ഷോയിലിറക്കി. ദൈവം സഹായിച്ച് വിന്നറായി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഡോഗ്സും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ജഡ്ജിന് ഇവനെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ പോയ എന്നെ ജഡ്ജ് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞത് സച്ച് എ ബ്യൂട്ടിഫുൾ ഡോഗ് എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ജലി വൈഡ് എന്ന് പറഞ്ഞ മാഡമാണ് പറഞ്ഞത്. അപ്പോൾ അവർ 2 പേരായിരുന്നു, മുകുൾ വൈഡും അഞ്ജലി വൈഡും. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. 2 പേരും അപ്പുറത്ത് ഇപ്പുറത്തെ റിങ്ങിലായിരുന്നു. ഫസ്റ്റ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകുൾ സാറിൻ്റെ ആയിരുന്നു. 2 പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി മാഡത്തിൻ്റെ ആയിരുന്നു. അപ്പം അവർ നമ്മളെയാണ് പ്ലേസ് ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഷോയിൽ ഇവൻ ഉടനെ ചാമ്പ്യൻ ആകും. ഇനിയിപ്പോൾ ഒരു CC ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവന് 3 CC ഉണ്ട്. ഇനിയിപ്പം ഒരു CC കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ചാമ്പ്യൻ ആകും. 4 CC ആണ് ചാമ്പ്യൻ ആവാൻ വേണ്ടിയിട്ട്. അതിൽ 2 BOB കൂടെ കിട്ടി. ഇപ്പം അടുത്ത ഷോയിൽ റീസെന്റ് ഷോയിൽ ഇവൻ ചാമ്പ്യൻ ആകും. അപ്പൊ ഇനിയിപ്പോ ഇന്ത്യൻ ചാമ്പ്യൻ ടോറോ ജൂനിയറിനെ നമുക്ക് ഉടനെ കാണാം. പിന്നെ അതേപോലെ നമ്മളിപ്പോ ഷോയിന്റെ കാര്യം CCന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇതിനെ കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടാവും അല്ലെ? എന്താണ് ഡോഗ് ഷോ, എന്താണ് CC എന്നുള്ളത്? അതൊന്ന് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു. CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് സർട്ടിഫിക്കറ്റ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം CC കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ക്ലാസ് കാണും. ഇപ്പം ഉദാഹരണത്തിന് ആംസ്റ്റാഫ് വിട്ടിട്ട് നമ്മൾ ജർമ്മൻ ഷെപ്പേർഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോ ക്ലാസ് കാണും. പപ്പി ക്ലാസ്, ഇന്റർമീഡിയറ്റ്, അതുപോലെ തന്നെ ഓപ്പൺ ക്ലാസ്, അങ്ങനെ കുറേ ക്ലാസ്സുകളുണ്ട്. അത് ഓരോ ഏജിനനുസരിച്ചാണ്. ഓരോ ഏജ് കാറ്റഗറിയിലും
വിന്നർ ആവുന്ന ഡോഗാണ് ഓരോ ഏജ് കാറ്റഗറി റെപ്രസെന്റ് ചെയ്ത് വരുന്നത്. ആ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ഡോഗ്സ് എല്ലാം കൂടെ ഒന്നിച്ച് മത്സരിക്കും. അപ്പോൾ അതിലേക്ക് ബെസ്റ്റ് ഡോഗ് ആയിരിക്കും വരുന്നത്. കാരണം ഈ റെപ്രസെന്റ് ചെയ്ത ഡോഗ് എല്ലാം കൂടെ ഒരു കാറ്റഗറിയിൽ മത്സരിക്കും, CCക്ക് വേണ്ടി മത്സരിക്കും. അതിൽ വരുന്ന ഡോഗിനാണ് CC കിട്ടുന്നത്. ഒരു CC കിട്ടിക്കഴിഞ്ഞാൽ CC കിട്ടുന്നത്. അതിൽ ചിലപ്പോൾ CC കിട്ടിയ ഡോഗിന് ചിലപ്പം BOB ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടണമെന്നും ഇല്ല. അതാണ് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് ലെവൽ മത്സരമുണ്ട്. ഇപ്പം ഇവരുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ആംസ്റ്റാഫ് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിയർ ഗ്രൂപ്പിൽ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ക് റസൽ ടെറിയറും പിന്നെ അതുപോലെ തന്നെ ഈ ആംസ്റ്റാഫ് പോലെ ഒരു ഗ്രൂപ്പിൽ വരും. ചിലപ്പോൾ മിക്കവാറും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ലെവൽ വിന്നർ വരുന്നത് ചിലപ്പോൾ ഫോക്സ് ടെറിയർ ആയിരിക്കും. അക്കോർഡിംഗ് ടു പെർഫോമൻസ് ആണ്. പിന്നെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആൾക്കാർ നോക്കുന്ന സമയത്ത് ഡോഗ് ചുമ്മാ കിടന്ന് ഓടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ജഡ്ജ് അവരുടെ കാര്യങ്ങൾ ഇപ്പൊ ഡോഗിന്റെ ബാക്ക് അതുപോലെ തന്നെ ഡോഗിന്റെ ഓരോ അനാറ്റമി കാര്യങ്ങളെല്ലാം ജഡ്ജ് റെഫർ ചെയ്തതിനു ശേഷമാണ് ആ ഡോഗിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പം ജഡ്ജാണ് ഓരോ കോർണറിലോട്ടും ഡോഗിനെ ഓടിച്ചു നോക്കും. അതായത് ഹാൻഡലറോട് ഓടിക്കാൻ പറയും. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് അവർ ഡോഗിനെ പ്ലേസ് ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഡോഗ് ഷോയ്ക്ക് വന്നപ്പോഴാണ് ഞാൻ ഇവരെ രണ്ടുപേരും പരിചയപ്പെടുന്നത്. ഡോഗ് ഷോയുടെ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവും. ജസ്റ്റ് ചെറിയൊരു ഇൻട്രോ പോലെ നമ്മൾ ഡോഗ് ഷോയുടെ സമയത്ത് കൊല്ലം ഡോഗ് ഷോ എന്ന് പറഞ്ഞാൽ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഇവരെ രണ്ടുപേരും എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റിയത്. പിന്നെ അതേപോലെ ഫസ്റ്റ് ടൈം ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞായിരുന്നല്ലോ, ജർമ്മൻ ഷെപ്പേർഡിനെ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കമ്പാരിറ്റീവ്ലി ഏത് എളുപ്പമായിട്ട് തോന്നി? ജർമ്മൻ ഷെപ്പേർഡിനെ ഹാൻഡിൽ ചെയ്യുന്നതാണോ അതോ ഇവരെ ഹാൻഡിൽ ചെയ്യുന്നതാണോ? അല്ല, കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണ്. ജർമ്മൻ ഷെപ്പേർഡും അല്ല, കോമ്പറ്റീഷൻ വരുന്നത് ജർമ്മൻ ഷെപ്പേർഡും റോട്ടും ആണ്. ബട്ട് ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് പാട് തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഹാൻഡിൽ ചെയ്തപ്പോഴാണ്. അതായത് കമ്പാരിറ്റീവ്ലി അല്ല, ഇവനെ ഹാൻഡിൽ. കാരണം ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന പോലെ അല്ല, ഇവൻ കുറച്ച് അഗ്രസീവ് ആണ്. വേറെ ഡോഗ്സിനോടൊക്കെ അഗ്രഷൻ ഉണ്ട്, ആനിമൽ അഗ്രഷൻ കൂടുതലാണ്. അപ്പൊ ഞാൻ റിംഗിൽ ഇവനെ പെർഫോം ചെയ്തുകൊണ്ട സമയത്ത് പുറകിൽ വേറെ ഫീമെയിൽ ആംസ്റ്റാഫ് ഉണ്ടായിരുന്നു. അത് ബാക്കിൽ വന്ന സമയത്ത് പുള്ളിക്കാരൻ തിരിഞ്ഞു. ഞാൻ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വന്നു. എങ്കിലും ഞാൻ ഓടിച്ചു, എങ്കിലും നമുക്ക് കിട്ടി അതാണ് പറഞ്ഞത്. അപ്പം ഷെപ്പേർഡ് ആയിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട്. കാരണം ഞാൻ നിൽക്കുന്നത് ഷെപ്പേർഡിലാണ്. അപ്പൊ എനിക്ക് അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡോഗ് ബ്രീഡിന്റെ ഹെഡ് സൈസ് ഒക്കെ കാണുമ്പോൾ തന്നെ അല്ലേ ആൾക്കാർക്ക് ചെറിയൊരു പേടി വരും അടുത്ത വരാനും ഇടപെടാനും ഒക്കെ ആയിട്ട്. ഓക്കെ, അത് തന്നെയാണ് ഈ ഡോഗിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇവരെ നമുക്ക് 100% നമുക്ക് ഹോം ഗാർഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നല്ല ബൈറ്റ് പവർ ഒക്കെ ഉള്ള ATBTയുടെ കൂടെ തന്നെ പിടിച്ചിരിക്കുന്ന ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ്. ആ ഒരു കാറ്റഗറി വരുന്നതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഇപ്പൊ നമ്മുടെ ഏബിൾ എല്ലാവരും അറിയപ്പെടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പേരിലാണ്. ഏബൽ എന്ന് പറഞ്ഞ വ്യക്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ടോറോ ജൂനിയർ ടോറോയുടെ കാര്യം പറയും. അത് പറഞ്ഞത് ചൂടിനാണ് കേട്ടോ ആളിങ്ങനെ കിടക്കുന്നത്. അതെ, പപ്പീസ് അവൈലബിൾ ആണ്. അതെ, ഇവരുടെ പപ്പീസിന് എങ്ങനെയാ മാർക്കറ്റ് വാല്യൂ വരുന്നത്? ഏകദേശം മാർക്കറ്റ് വാല്യൂ 25,000 to 30,000 rupees വിത്ത് കേസ് രജിസ്റ്റേർഡ് പപ്പീസ് ആണ് ഉള്ളത്. വിത്തൗട്ട് കൊടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. അതെ, എന്നാലും അവർക്ക് ഷോയ്ക്കൊന്നും കൊണ്ടുപോകണ്ട, വീട്ടിലേക്കാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. വിത്തൗട്ട് ആണെങ്കിൽ പ്രൈസ് ഇത് തന്നെയാണ്. അതെ, അധികം അവന്റെ പപ്പീസ് ഇറങ്ങാറുമില്ല. ഇപ്പൊ ആകപ്പാടെ എന്റെ ഓൺ ബ്രീഡിങ്ങില് ഒരു ഫീമെയിലും കൊല്ലത്തൊരു ഫീമെയിലും മാത്രമേ ഉള്ളൂ ലിറ്റർ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അടുത്തത് ഏകദേശം 2 ഫീമെയിലും കൂടെ ഉള്ളൂ പ്ലാന്റ് മീറ്റിംഗ് ആയിട്ട് ഞാൻ വെച്ചേക്കുന്നത്. ബാക്കിയൊക്കെ വരുന്നതാണെങ്കിലും നമുക്ക് ആ ഫീമെയിൽ സൈഡ് നോക്കുകയാണെങ്കിൽ അത്രയും താല്പര്യപ്പെടുന്നില്ല ചെയ്യാൻ വേണ്ടി. ത്രോ വരത്തുള്ളൂ, പപ്പിക്ക് ത്രോ വരത്തുള്ളൂ, കാര്യമുള്ളൂ. അതെ. പിന്നെ ഇവരുടെ ഫുഡ് എങ്ങനെയാ? ഇവനാണെങ്കിൽ 2 പേരെ ഫുഡ് കൊടുക്കും. ചൂടുള്ള സമയങ്ങളിൽ ഉച്ചയ്ക്ക്. അതായത് ഇപ്പം നല്ലൊരു സൈസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഫുഡിയാണ് ഇവര്. അല്ല, നോർമലായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കാറുള്ളൂ. ഉച്ചയാകുമ്പോൾ ചൂടൊക്കെ ഉള്ള സമയത്ത് കരിക്ക് അല്ലെ പിന്നെ തൈര്, ഡീഹൈഡ്രേഷൻ ഇങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടി തന്നെ നോർമലി കൊടുക്കും. പിന്നെ അല്ലാതാണെങ്കിൽ അവനക്ക് ഡ്രൈ ഫുഡും കൊടുക്കും, ചിക്കൻ റൈസും കൊടുക്കും. നമ്മുടെ കേരളത്തിലെ ഈ ഒരു ക്ലൈമറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടല്ലേ? അതെ, ചൂട് മാത്രമല്ല, നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഹ്യൂമിഡിറ്റിയും കൂടെ കൂടുതലായതുകൊണ്ട് ഏത് ഡോഗ്സിനാണെങ്കിലും ആ ഒരു പ്രശ്നം വരും. പുറത്തോട്ട് ഇപ്പം ഈ ചൂട് സമയം കൂടുതലായത് ജനുവരി ആയപ്പോഴേ ഇപ്പൊ. പിന്നെ എന്നാൽ കമ്പാരിറ്റീവ്ലി വിത്ത് അതർ ഡോഗ്സ് ഇവർക്കത് പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതെ, മറ്റു ഡോഗ്സിനെ അപേക്ഷിച്ചിട്ട് ഈ ബ്രീഡ് വളരെ റഫാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് വളർത്താനും എളുപ്പമാണ്. ഇപ്പം ഫാമിലിയിൽ എല്ലാവരുമായിട്ടാണ്. അതെ, ഒരു കുഴപ്പമില്ല. പിള്ളേരുമായിട്ടൊക്കെയുള്ള ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് നോക്കിയാൽ ഫോറിനിലൊക്കെ ആംസ്റ്റാഫ് എൻ്റെ മെയിൻ റോളാണ്. നമ്മുടെ കേരളത്തിൽ അധികം പോപ്പുലർ ആയിട്ടില്ല അല്ലേ? ഇല്ല, കൂടുതൽ പുറത്താണ്. കേരളത്തിൽ അധികം ബ്രീഡേഴ്സും ഇല്ല.
നല്ല സ്പെസിമെൻ ഉള്ള സ്റ്റഫോർഡ്ഷയർ ടെറിയർ മെയിലുകൾ വളരെ കുറവാണ്. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അധികം ഇല്ല. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇവന്റെ നല്ല കിടിലം പപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പപ്പീസിന് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഏബിൾ ബ്രോന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർ മസ്റ്റ് ആയിട്ട് പപ്പീസിന് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസിനെ വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.